ഖുർആൻ വായിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന QHLSന്റെ ആ ചെറിയ സദസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട് എനിക്കും വേണം, വായിക്കണം, വായിച്ചു തരൂ എന്ന് പറയാൻ നമ്മൾ തയ്യാറുണ്ടോ? അതല്ല, കേൾക്കണ്ട, പഠിക്കണ്ട, ഇത് ഒച്ചയുണ്ടാക്കി നടന്നാൽ മതി എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗത്തിലാണോ നാം എന്ന് നമ്മൾ ചിന്തിക്കുക. പരലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹു തആല ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യകൂനു ശഫീഅൻ ലി അസ്ഹാബിഹി, നിങ്ങൾ ഖുർആൻ വായിക്കുക, നിങ്ങൾ ഖുർആൻ പഠിക്കുക, അത് അതിൻ്റെ അസ്ഹാബ്, അതിൻ്റെ ഉടമകൾക്ക്, അത് വായിച്ചവർക്ക്, അത് പഠിച്ചവർക്ക് ശുപാർശകരായി മാറുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ ആ റസൂൽ തന്നെ പറയുന്നു, വഖാല റസൂലു ഇന്ന റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, സൂറത്തു ഫുർഖാൻ. അള്ളാഹുവിൻ്റെ റസൂല് പരലോകത്ത് വെച്ച് പറയും, അല്ലാഹുവേ യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഖൗമ് ഖുർആൻ പഠിച്ചില്ല, ഇത് മനസ്സിലാക്കാൻ തയ്യാറായില്ല, ഇതിനെ അവഗണിച്ചു, പട്ടുറുമാലിൽ പൊതിഞ്ഞ് ഷോക്കേസിൽ സൂക്ഷിച്ചു, അലമാരയിൽ വെച്ചു, കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി മാത്രം കൊടുത്തു, അവരുടെ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടായില്ല എന്ന്. സഹോദരന്മാരെ, ഇതേതു കൂട്ടത്തിലാണ് നാം പെടേണ്ടത്? ഖുർആൻ നരകത്തിൻ്റെ മുമ്പിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശുപാർശകനായിട്ട് നമുക്ക് വേണോ ഖുർആൻ? ആർക്കാണ് പരലോകത്ത് ധൈര്യമായി ഞാൻ സ്വർഗത്തിലേക്ക് ഗ്രീൻ ചാനലിൽ പോകും, എനിക്കാരുടെയും ശുപാർശ വേണ്ട എന്ന് പറയുന്നവർ? ആരുമില്ല. എങ്കിൽ നാം ഈ ഖുർആനിനെ അവഗണിക്കാതിരിക്കുക. ഒരു ഒഴികൊഴികളുമില്ല. പലരും പറയും, ഭാഷ അറിഞ്ഞുകൂടാ, സമയമറിഞ്ഞുകൂടാ, എനിക്ക് നേരമില്ല എന്ന്. മൂക്കിൻ്റെ മുമ്പിലുള്ള മുഴുവൻ വായിക്കാൻ നമുക്ക് നേരമുണ്ട്. സ്പോർട്സ് പേജുകളടക്കം, പരസ്യങ്ങളടക്കം വായിച്ചു പഠിക്കാൻ നമുക്ക് നേരമുണ്ട്. പക്ഷേ ഖുർആൻ മാത്രം വായിക്കാൻ നേരമില്ല. ഞാനൊരു പ്രൊഫഷണലാണ്, ഞാൻ ബിസിനസ്സുകാരനാണ്, എനിക്ക് ബിസിയാണ് എന്നാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന കഫറു ലാ തഅ്തദിറുൽ യൗം ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. കുഫാറുകളോടാ പറയുന്നത്. കുഫാറുകൾ എന്ന് പറയുന്ന ഒരു വർഗത്തെ അള്ളാഹു കറുത്തവർ എന്ന് പറഞ്ഞ പോലെ, വെളുത്തവരെന്ന് പറഞ്ഞ പോലെ, കുഫാറുകൾ എന്നൊരു വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. സത്യത്തിൻ്റെ നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണ് കുഫാർ. ആ കുഫാറുകളോട് അള്ളാഹു പറയും, യാ അയ്യുഹല്ലദീന കഫറു, കുഫാറുകളെ, ലാ തഅ്തദിറുൽ യൗം, ഒരു ഉദുറും നിങ്ങൾ പറയേണ്ട. നേരമില്ലെന്ന്, അല്ലെങ്കിൽ നേരമുണ്ടായില്ല, ബിസിയായിരുന്നു, തിരക്കായിരുന്നു, വായിച്ചിട്ട് തലയിൽ കയറുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ഉദുറും നിങ്ങൾ പറയേണ്ട. ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന്. സഹോദരന്മാരെ, ഉദുറില്ല. ഖുർആൻ പഠിക്കാതിരിക്കാൻ യാതൊരു ഉദുറും നമുക്കില്ല. രാവിലത്തെ പത്രം കിട്ടാതിരുന്നാൽ ഇന്നൊക്കെയുണ്ടായ എന്തോ ഒരു നാസ്ത കഴിക്കാത്തതുപോലെയുള്ള പൊറുതികേട് ഇല്ലേ? ഇന്നലെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് പത്രമില്ല. ഇന്നലത്തെ പത്രമെങ്കിലും ഇന്ന് രാവിലെ നമ്മളൊന്നെടുത്ത് വല്ലതും വായിക്കാൻ ബാക്കിയുണ്ടോ എന്ന് മറിച്ചു നോക്കിയില്ലേ? പക്ഷേ ഖുർആൻ മാത്രം നമുക്ക് പഠിക്കാൻ നേരമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് നേരമില്ലാതെ ഖുർആനിൽ നിന്ന് പഠിക്കാൻ സമയമില്ലാതെ തിരിഞ്ഞു പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു പറയുന്നു, ഫമാലഹും അനിത്തദിക്റതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. എത്രമാത്രം പരിശുദ്ധ ഖുർആൻ രണ്ട് ജീവികളുടെ പേരെടുത്തുകൊണ്ട് മനുഷ്യന്മാരെ ആക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, ഇടക്ക് ആളുകളെ വല്ലാതെ ചൂടാകുമ്പോൾ ചില ആളുകളൊക്കെ ചില സാധുക്കളായ ജീവികളെ പേരെടുത്തിട്ട് പറയും, അതാണ് അല്ലേ, നാല് കാലുള്ള ജീവികളെ. ഖുർആനിലുമുണ്ട് അങ്ങനെ ചില ഉപമ. ഫമാലഹും അനിത്തദിക്റതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. സിംഹത്തെ കണ്ട് വിറളി പിടിച്ചോടുന്ന കഴുതകളെപ്പോലെ ഖുർആൻ പഠിക്കാതെ എന്താ അവർ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഇത് അറബികളോടല്ല, കഴുതകളെപ്പോലെ വിറളി പിടിച്ചോടുന്ന, ബിസിയാണ്, തിരക്കാണ്, സമയമില്ല, എനിക്ക് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ പഠിക്കാൻ സമയം കാണാതെ, ഒരായത്തെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസം പഠിക്കാൻ സമയം കാണാതെ വിറളി പിടിച്ചോടുന്നവനെ പറ്റി, സിംഹത്തെ കണ്ട് വിറളി പിടിച്ചോടുന്ന കഴുതകളെപ്പോലെ എന്ന് ഖുർആൻ സൂറത്ത് മുദ്ദസിർ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത കമസല സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറ. തൗറാത്ത് വഹിപ്പിക്കപ്പെടുകയും എന്നിട്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരെ
കഴുതയോട് ഉപമിച്ചത് സൂറത്തുൽ ജുമായിൽ നമുക്ക് കാണാം. അള്ളാഹു അത്രയും രൂക്ഷമായി വേദഗ്രന്ഥം നൽകി അതിൻ്റെ ആളുകളായിട്ട് ആ വേദഗ്രന്ഥത്തിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പഠിക്കാൻ തയ്യാറില്ലാതെ ആളുകളെ പറ്റി ഇതാണ് ഖുർആൻ ഉപമിച്ചത്. നാം കഴുതകളായി ജീവിക്കണോ, അതല്ല മനുഷ്യരായി ജീവിച്ച് മരിക്കണോ? കഴുതകൾക്കുള്ളതല്ല സ്വർഗം, മനുഷ്യർക്കുള്ളതാണ്. നോക്കൂ, മറ്റൊരു വിഭാഗത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, വത്തുലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു വത്തബഅ ഹവാഹു ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു ശൈത്വാനു ഫകാന മിനൽ ഗാബീൻ വലൗ ശിഅനാഹു ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർള് വത്തബഅ ഹവാഹു ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് വഇൻ തത്റുകുഹു യൽഹസ്. സൂറത്തു അഅറാഫിലെ ഒരു വചനം, ഒരു ദീർഘമായ വചനം. എന്താ ഈ പറയുന്നത്? അള്ളാഹുവിൻ്റെ വേദം കിട്ടിയിട്ട് അത് തൗറാത്തായിരുന്നാലും ഇൻജീലായിരുന്നാലും സബൂറായിരുന്നാലും ഫുർഖാനുൽ അളീമായിരുന്നാലും അള്ളാഹുവിൻ്റെ വേദം കിട്ടുകയും അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവസാനം ആ വേദമനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലാതെ അതിൽ നിന്ന് ഊരിച്ചാടുന്നവനെ അള്ളാഹു ഉപമിച്ചത് നാവ് തൂക്കിയിട്ട് കിതക്കുന്ന നായ പോലെയാണ് എന്നാണ്. വേദം പഠിച്ച് അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറില്ലാത്തവനെ വേദം നാവ് തൂക്കിയിട്ട് കിതക്കുന്നവനെ പോലെയാണ്. നായയെ പറ്റി ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആ നായയെ എറിഞ്ഞോടിച്ചാലും അത് കിതക്കും. എറിഞ്ഞോടിക്കാതെ പട്ടുമെത്തയിലിരുത്തി സ്വർണമാല കൊടുത്ത് നല്ല ആഹാരം കൊടുത്താലും നായ കിതക്കും. അതുപോലെ ഖുർആൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കിതക്കുന്ന നായകളെ പോലെയാണ് അള്ളാഹുവിൻ്റെ വേദം പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കാത്തവർ. അപ്പൊ ഖുർആൻ പഠിക്കാത്തവരെ പറ്റി, വേദം പഠിക്കാത്തവരെ പറ്റി, പഠിച്ചതനുസരിച്ച് ജീവിക്കാത്തവരെ പറ്റി കഴുതകൾ, വിരളി പിടിച്ച കഴുതകളെന്നും തൂക്കിയിട്ട് നാവ് തൂക്കിയിട്ട് കിതക്കുന്ന നായകളെന്നും ഖുർആൻ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരാവണ്ടേ സഹോദരന്മാരെ? നാം നായകളും കഴുതകളുമാകണോ എന്ന് നാം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഖുർആൻ നാം പഠിക്കുക. അത് നമുക്ക് ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി ശഫീഅൻ ലി അസ്ഹാബി എന്ന് അബൂ ഹുമാമത്തുൽ ബാഹിലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. പക്ഷേ നാം എപ്പോഴാണ് നമുക്ക് ഖുർആൻ ശുപാർശകനാകുന്നത്? എപ്പോഴാണ് ഖുർആൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവൻ, വഅല്ലമഹു അത് പഠിപ്പിച്ചവനും അധ്യാപകനും പഠിതാവിനെയും പറ്റിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ കാര്യം പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. എപ്പോഴാണ് നാം ഈ ഖൈറുകളാകുക? ഇതനുസരിച്ച് ജീവിക്കുമ്പോൾ. നോക്കൂ, റസൂൽ പറഞ്ഞു, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉം മിനൽ ഖുർആൻ കൽ ബൈത്തിൽ ഖരീബ്. ആളില്ലാത്ത, മാറാല പിടിച്ച ഇഴജന്തുക്കൾ കെട്ടിക്കിടക്കുന്ന ഭീകരാന്തരീക്ഷത്തിലുള്ള ആളൊഴിഞ്ഞ വീട് പോലെയാണ് ഖുർആൻ പഠിക്കാത്തവന്റെ മനസ്സ്. ഖുർആൻ പഠിക്കാത്തവന്റെ മനസ്സ് അത്രയും ഭീകരമായ ഒരു മനസ്സാണെന്ന്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, പണ്ട് അറബിക് കോളേജിൽ അയച്ചില്ലല്ലോ, എൻ്റെ വാപ്പ എന്നെ അയച്ചില്ലല്ലോ, പഠിച്ചില്ലല്ലോ എന്നൊക്കെ. വേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഒരാൾ പഠിച്ചാൽ അതിൻ്റെ ഒരുപാട് ഹസനത്തുകൾ അള്ളാഹു നൽകും. അലിഫ് ലാം മീൻ എന്നത് ഒരു ഹർഫല്ല, അലിഫും ലാമും മീമും ഓരോരോ ഹർഫാണെന്ന് പറഞ്ഞു. ഖുർആനിനെ പഠിച്ച് മനസ്സിലാക്കിയവൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ അത്യുന്നതന്മാരായ മലക്കുകളുടെ കൂട്ടത്തിലാണ് ഖുർആൻ പഠിച്ചു മനസ്സിലാക്കി ജീവിച്ച മാഹിറുകൾ. എന്നാലോ ഖുർആൻ പഠിക്കാൻ ശ്രമിച്ച് വാർദ്ധക്യകാലത്ത്, വയസ്സാങ്കാലത്ത് അടുക്കളയിലെ ജോലികൾ മാറ്റിവെച്ച് കരയുന്ന കുട്ടിനെ, മുലയൂട്ടുന്ന കുട്ടിയുടെ കരച്ചിൽ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാടത്തെയും പറമ്പിലെയും പണി മാറ്റി ഓടി വന്ന് തിരക്ക് പിടിച്ച അങ്ങാടികളിൽ നിന്ന് QHLS സെന്ററിലേക്ക് ഓടി വന്ന് കഷ്ടപ്പെട്ട് ഖുർആൻ എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, ഓതാൻ കഴിയുന്നില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകൾ ഖുർആൻ പഠിക്കുകയും അതിനെ ഖുർആനിൽ ആ ഒരു കെട്ടിക്കൊടുക്കോടുകൂടി പ്രയാസപ്പെട്ടുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്ക് 2 കൂലിയുണ്ട്, 2 പ്രതിഫലമുണ്ട്. ഖുർആൻ പഠിക്കാൻ ഈ തിരക്ക് പിടിച്ച പ്രതികൂല സാഹചര്യത്തിലും തയ്യാറായല്ലോ എന്നതിനും അത് പഠിച്ചവനും
രണ്ട് കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം